ആടുജീവിതം സിനിമ ഒരു 16 വർഷങ്ങൾക്ക് ശേഷം ബ്ലസ്സി സാറ് വന്നേക്കുവാണ് തിയേറ്ററിലേക്ക്. എന്താണ് ആൾക്കാരുടെ ഒരു വരവും? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. ടൈലർ കണ്ടിട്ട് തിരക്കേടില്ല. പടം ഇന്നാണ് റിലീസായത്, പക്ഷേ 3 മണിക്കൂറുണ്ട്. പടം നല്ല പടം കണ്ടിരിക്കാവുന്നതാണ്. ഈ ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ടോ? ആൾക്കാരൊക്കെ വന്ന് ഇന്ന് ഫുള്ളാണ്, 4 ഫുള്ളാണ്. ഇല്ല, ഇനി അടുത്തതും ഫുള്ളാണ്. പടം നല്ല അടിപ്പം പടം, അടിപൊളി പടം, തിരക്കേടില്ല. തിയേറ്ററിൽ ഈ ആൾക്കാരൊക്കെ വന്നപ്പോൾ ഓരോരുത്തരും ഈ കണ്ണ് നിറഞ്ഞിട്ടൊക്കെയാണ് ഓരോ ആൾക്കാരൊക്കെ വരുന്നത്. നല്ല കുടുംബമായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. പൃഥ്വിരാജ് നല്ല രീതിയിലുള്ള അഭിനയമാണ്. പൃഥ്വിരാജ് അഭിനയിച്ചത് അച്ഛനയിലൊക്കെ പറ്റിയ ആളാണ് പൃഥ്വിരാജ്. സുകുമാരനേക്കാൾ സുകുമാരനും നല്ല നടനാണ്, അങ്ങനെ മോശമല്ല. അതിൻ്റെ അല്ലേ മകൻ. നല്ല വിദ്യാഭ്യാസം, നല്ല അറിവും കാര്യങ്ങളൊക്കെ വേറെ നല്ല കഥ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ കണ്ടുപിടിച്ച് വെള്ളം പോലും കിട്ടാത്തൊരു അവസരത്തിലായിരുന്നു ആ ഷൂട്ട് ചെയ്യുന്നത്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടത്. അതേ രീതിയിലുള്ള രീതിയാണ്, ജീവിതമാണ്. നല്ല നിലയിൽ എത്തിക്കൊണ്ട് ഇത് വളരെയധികം വിജയിക്കും. പടം നല്ല പടവും ഒറിജിനൽ കഥയാണെന്ന് പറയുന്നത്. ഒറിജിനൽ കഥ നടന്ന സംഭവം. ഈ നോമ്പിനും ഇത്രയും ആൾക്കാർ തിയേറ്ററിൽ ഹൗസ്ഫുൾ ആണെങ്കിൽ ആ പടത്തിന് അത്രത്തോളം വാല്യൂ ഉണ്ടാവണമല്ലോ. വാല്യൂ ഉണ്ടായിരിക്കും. നല്ല രീതിയിലാണ്. നജീബിനെ കണ്ടിരുന്നോ വന്നപ്പോ? നജീബിനെ ഞാൻ കണ്ടില്ല. ഞാൻ അപ്പുറത്ത് വണ്ടി പാർക്കിംഗ് ആയിരുന്നു. കാണാൻ ആഗ്രഹമുണ്ടോ സിനിമ? ഉണ്ട്. ശരി, ഓക്കെ.